നമ്മുടെ രാജ്യം പൊളിറ്റിക്കലൈസ് ആയിട്ടാണ് ലോകം മൊത്തം വളർന്നത്. ഇപ്പോൾ പൊളിറ്റിക്സ് ഇല്ലാത്ത, പൊളിറ്റിക്കലൈസ് ചെയ്യാത്ത ഒരു ജനാധിപത്യത്തിൻ്റെ ശാപമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ്, കോൺഗ്രസ്, BJP ആണെന്ന് ആരും തെറ്റിദ്ധരിക്കല്ലേ. മനുഷ്യനും ഒത്തുചേരുന്ന രസതന്ത്രത്തെയാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. ഒന്നിച്ചുള്ള വികാസ പ്രക്രിയയാണ് പൊളിറ്റിക്സ് എന്ന് പറയുക. പക്ഷേ എന്ത് ചെയ്യാം, ഞാനിങ്ങനെ ഒരു സ്കൂളിൽ റിപ്പബ്ലിക് ദിന പരിപാടിക്ക് പോയി. ആ പരിപാടിക്ക് പോയപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിച്ചു, സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിൽ എന്താ വ്യത്യാസം അറിയാവോ? അപ്പോൾ സോഷ്യൽ സയൻസിൻ്റെ മാഷ് ഏറ്റവും പഠിക്കുന്ന കുട്ടിയോട് പറഞ്ഞു കൊടുക്കതാണ്. ആരും പറഞ്ഞില്ല, അയാൾക്കല്ലേ മോശം. അപ്പോൾ അവൻ എഴുന്നേറ്റ് വളരെ ബഹുമാനത്തോടെ പറഞ്ഞു, സ്വാതന്ത്ര്യദിനത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് പതാക ഉയർത്തുക. അപ്പോൾ പ്രസിഡന്റിന് ഒരു പതാക ഉയർത്താൻ വേണ്ടി ഒരു ദിവസം ഉണ്ടാക്കി, അതാണ് റിപ്പബ്ലിക് ദിനം. എത്ര ചുരുക്കിയിട്ടാണെന്ന്. 1000 അധ്യാപകരുള്ള ഒരു സദസ്സിൽ ഞാൻ ചോദിച്ചു, ഭാരതത്തിൻ്റെ ദേശീയ ചിഹ്നം അശോക സ്തംഭമാണ്. എല്ലാ നാണയത്തിലും എല്ലാ കറൻസിയിലും അശോക സ്തംഭമുണ്ട്. എന്താണ് അശോക സ്തംഭത്തിൻ്റെ അർത്ഥം? എന്തിനാണ് അശോകൻ ഇങ്ങനെ 4 മുഖങ്ങൾ 4 ഭാഗത്തേക്ക് തിരിച്ചു വെച്ച സിംഹങ്ങളെ ഉണ്ടാക്കിയത്? ആരും അന്വേഷിച്ചിട്ടില്ല, ഒരു മാഷും പഠിപ്പിച്ചിട്ടില്ല. എത്ര മനോഹരമായി വ്യാഖ്യാനിക്കാൻ പറ്റിയ ഒരു ചിഹ്നമാണത്. പരസ്പരം അഭിമുഖമായി കടികൂടുന്ന സിംഹങ്ങളല്ല. നമ്മുടെ ഉള്ളിൽ 2 ഭാവമുണ്ട്, മൃഗഭാവമുണ്ട്, അന്വേഷണ ഭാവമുണ്ട്. സിംഹങ്ങൾ വലിയ ടെറിറ്ററി കീഴടക്കാനുള്ള ഒരു ഔദ്ധത്യം അതിൻ്റെ മുഖത്തുള്ളത് കൊണ്ടാണ് നമ്മൾ കാട്ടിലെ രാജാവായിട്ട് സിംഹത്തെ നിശ്ചയിച്ചത്. കാട്ടിലെ രാജാവ് സിംഹമാണെന്ന വിവരം ഇതുവരെ ഒരു സിംഹം അറിഞ്ഞിട്ടില്ല. അറിഞ്ഞെങ്കിൽ പിറ്റേന്ന് കൊട്ടാരം വേണമെന്ന് പറയുമോ? അത് വെറും നിലത്ത് കിടന്നുറങ്ങുക. നമ്മൾ നിശ്ചയിച്ചാൽ കാരണം അതിൻ്റെ ഒരു ഏരിയ കീഴടക്കാനുള്ള ഭാവം കണ്ടിട്ടാണ് രാജാവെന്ന് നിശ്ചയിച്ചത്. നമ്മുടെ ഉള്ളിൽ 2 ഭാവമുണ്ട്, ഒന്ന് കടിച്ചു കീറുന്ന ഭാവമുണ്ട്, ഒന്ന് ആക്രമിക്കുന്ന ഭാവമുണ്ട്. അശോകൻ കലിംഗ യുദ്ധം കണ്ടിട്ട് പറഞ്ഞ പരസ്പരം അഭിമുഖമായി കടിച്ചു കീറലല്ല, 4 ദിക്കിലേക്ക് പോ, നോർത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, സൗത്തിലേക്ക്, ന്യൂസിലേക്ക് പോകൂ, ലോകത്തിൻ്റെ വാർത്തകൾ ശേഖരിക്കാൻ. മനുഷ്യ, നീ 4 ദിക്കിലേക്ക് പോകൂ എന്ന് പറഞ്ഞ ആഹ്വാനമാണ് അശോകൻ അശോകസ്തംഭത്തിലൂടെ ഭാരതത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ നമ്മൾ ആ 4 ദിക്കുകൾ നോക്കുന്നതിന് പകരം നമ്മൾ തല കമിഴ്ന്നിട്ട് നമ്മൾ ഈ കിതാബിൽ മാത്രം നോക്കുക. അതിൽ നല്ലതുണ്ട്, അതിൽ വികാസത്തെ തടസ്സപ്പെടുത്തുന്നതുണ്ട്. നല്ലതെടുത്ത് മോശം ഒഴിവാക്കണ്ടേ? ചില ആളുകൾ ഇത് മൊത്തം തീയിലിട്ട് കത്തിക്കുമെന്ന് പറഞ്ഞു അല്ലേ? ചങ്ങമൊഴിയുടെ വരി ഓർമ്മയുണ്ടോ? ജടയുടെ സംസ്കാര പനയോലക്കെട്ടൊക്കെ പൊടികെട്ടി പുഴുകുത്തി ചിതലുമുറ്റി ചികയുന്നോ ചിരിവരും ചിലതിനിയുമുണ്ടെന്നോ ചിതയിലേക്ക് അവയെടുത്തെറിയൂ വേഗം. അങ്ങനെ പറയുന്ന ഒരു ഭാഷ. മറ്റൊരു പക്ഷം ഇതിലുള്ളതേ സത്യമുള്ളൂ, മറ്റൊന്നും സത്യമല്ല, ഇതിലുള്ളത് മാത്രമാണ് സത്യം, ബാക്കിയെല്ലാം തട്ടിപ്പാണ് എന്ന് പറയുന്നു. ഇത് രണ്ടുമാണ് നമ്മളെ നശിപ്പിച്ചത്.